ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയാലോ? ഇപ്പോൾ ഫുൾ പരീക്ഷണങ്ങളാണ്. ഇതൊന്നും ഓർഡർ കിട്ടി ഉണ്ടാക്കണതൊന്നുമല്ല. എന്തായാലും വെറുതെ ഇരിക്കല്ലേ, എന്തിനാ ക്ലിപ്പുകളൊക്കെ നാശാക്കി കളയുന്നത്. അപ്പം നമ്മൾ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഈസി ആയിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പരീക്ഷണത്തിന് വാങ്ങിച്ച കുറേ ഹെയർ ക്ലിപ്സിൽ ഒരു റെഡ് 2-3 ബാക്കിയുണ്ടായിരുന്നു. 2-3 കറക്റ്റ് 2 അതിൻ്റെ അപ്പൻ തൊട്ട ഉണ്ണി എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിങ്ങനെ ഭരിച്ചായിരിക്കും അന്വേഷിക്കുന്നത്. അപ്പോൾ ഒരു റൂൾ പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ചുറ്റി കൊടുത്തു. എന്നിട്ട് സാധാരണ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കണ പോലെ ആട്ടാ, ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന ഫ്ലവർ ടൈപ്പാണ് ഇതിൽ ചെയ്തത്. പിന്നെ ഞാൻ യൂട്യൂബിലും ഇതിലൊക്കെ നോക്കിയൊക്കെ കുറേ ഫ്ലവേഴ്സും പൂമ്പാറ്റിയൊക്കെ കണ്ടു. പക്ഷേ നമ്മൾ ആദ്യം തന്നെ ഈസിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതും ഒരു പിൻട്രസ്റ്റിൽ എടുക്കേണ്ടായിരുന്ന ഒരു ഹെയർ ക്ലിപ്പായിരുന്നു. അപ്പോൾ നമ്മളിത് റെഡ് ഇതേപോലെ ചുറ്റിയെടുത്തിട്ട് ഒരു ക്ലിപ്പായിട്ട് ആദ്യം ചെയ്തത് കാണിക്കണല്ലോ. അപ്പം നമ്മൾ ആ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിങ്ങനെ എനിക്ക് തോന്നുന്നത് 5 പെറ്റൽസ് തന്നെയാണ് ഇതുവരെ ചെയ്തത്. ഇത് കുറച്ചും കൂടി അതിൻ്റേതായിട്ടുള്ള കുറച്ച് പെറ്റൽസ് കൂടിയ ടൈപ്പായിട്ടത്. അങ്ങനത്തെ നമ്മളിത് ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് ഞാൻ മുന്നത്തിൽ നമ്മൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഗ്ലൂ ഗണ്ണല്ല, 700ൻ്റെ പശയാണ് ഞാൻ വിചാരിച്ചു. പിന്നെ ആ യൂട്യൂബിൽ നോക്കിയപ്പോൾ ആ പെണ്ണും ഈ പശ തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതേ നീളത്തിൽ നമ്മൾ യെല്ലോ ഇതും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അളവ് നോക്കിയിട്ട് ആ അറ്റം ഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ ചുരുട്ടി കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ആ ഗ്ലൂ ഗണ്ണല്ല, ആ 700ൻ്റെ പശ വെച്ചിട്ട് ഒട്ടിക്കാട്ട ചെയ്തത്. ഇത് ഞാനിപ്പോൾ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കണതായിട്ട് കാണിക്കുള്ളൂ. പിന്നെ അതിൻ്റെ പെയറും ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വെക്കും. അപ്പോൾ ഇത് നമ്മളിത് ഈ കറക്റ്റ് അളവിന് ഇതിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഓപ്പൺ ഭാഗത്ത് ആ നന്നായി പൊന്തി നിൽക്കണ ഭാഗം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലാണ് ആ തുമ്പ് മടക്കിയ ഭാഗത്താണ് നമ്മൾ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കണത്. ഇല്ലെങ്കിൽ അതെന്തോ വൃത്തികേട് പോലെ തോന്നും. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ തുമ്പ് ഭാഗത്ത് നമ്മൾ ഫ്ലവർ ഒട്ടിച്ച് വെക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ പശയൊക്കെ നന്നായി തേച്ച് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്കിപ്പോഴും നല്ല സംശയമുണ്ട് ഗ്ലൂ ഗണ്ണിൽ ചെയ്ത് ഇതിൽ ഒട്ടുമെന്ന്. പിന്നെ യൂട്യൂബിലും പിൻട്രസ്റ്റിലും ഇവരത് യൂസ് ചെയ്യണ കാരണം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് മാത്രം. കുഴപ്പമില്ല, ഒട്ടി. പക്ഷേ രണ്ടാമത്തെ ക്ലിപ്പിൽ ഒട്ടിച്ചപ്പോൾ ഫ്ലവർ ഒട്ടാൻ കുറച്ച് ടൈം എടുത്തു. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫ്ലവറിലേക്ക് ഈ പശ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ മഞ്ഞയുടെ അറ്റം ചുറ്റിയെടുത്ത ഭാഗത്തേക്ക് ഈ ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. പൈപ്പ് ക്ലീനേഴ്സ് വാങ്ങിച്ചത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതുള്ളൂ. പിന്നെ അങ്ങനത്തെ ഹെയർ ക്ലിപ്പുകൾ നമുക്ക് ഓൺലൈനിലായാലും കടയിൽ നിന്നായാലും നമുക്ക് ബൾക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാട്ടോ. സോറി, ബാക്ക്ഗ്രൗണ്ടിൽ പിള്ളേരുടെ സൗണ്ടൊക്കെ കേൾക്കാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഹെയർ ക്ലിപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല ഹൈ ക്വാളിറ്റി ബീഡ്സാണ്. അതായത് പെട്ടെന്ന് കളർ പോകാത്ത ടൈപ്പ് ബീഡ്സായിട്ട് വെച്ച് കൊടുക്കണത്. ഈ ബീഡ്സ് നമുക്ക് പല വലുപ്പത്തിൽ വരും. ഇതിൽ ഏറ്റവും ചെറിയ ബീഡ്സ് ഇട്ടാണ് ഞാൻ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. ഇതിൽ സെൻറ്ററിൽ മാത്രമായിട്ട് അങ്ങനെ വെക്കാം, ഇല്ലെങ്കിൽ ചുറ്റും ബീഡ്സ് വെച്ചിട്ട് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെയും കവർ ചെയ്യാം. ഇതിൻ്റെ ഒരു പരീക്ഷണമായതുകൊണ്ട് ഞാൻ ഒരു ബീഡ്സ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ബീഡ്സ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു ഹെയർ ക്ലിപ്പും കൂടിയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ 2 ക്ലിപ്പുകളുടെ ഫൈനൽ ഔട്ട് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് DM ടു ഓർഡർ. അപ്പോൾ നമുക്ക് കസ്റ്റമൈസേഷൻ അനുസരിച്ച് നമുക്ക് പാറ്റേൺസ് മാറ്റാം. അപ്പോൾ ടാറ്റാ.